ഹായ്, ഹസീനാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വിത്തുകളൊക്കെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചേക്കണതാണ് കേട്ടോ. ഒരുപാട് വിത്തുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി തൈയുടെ ഒരു കാര്യം കണ്ടില്ലേ. തക്കാളി തൈ വളർന്നു വരുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വളർന്നു വരുന്ന എല്ലാ കൊമ്പുകളും വെട്ടിക്കൊടുത്തപ്പോൾ ഒരുപാട് ശിഖരങ്ങൾ വന്നു തക്കാളിക്ക്. കണ്ടോ, ഇതൊക്കെ ഇപ്പോൾ പുതിയത് വന്നതാണ്. ഈ ശിഖരങ്ങളൊക്കെ അടിയിൽ നിന്ന് വരുന്ന എല്ലാ ഇലകളും ഞാൻ വെട്ടിക്കൊടുത്തു. അടിയിൽ നിന്ന് വരുന്ന ഇലകളൊക്കെ വെട്ടിക്കൊടുത്തപ്പോൾ ഒരുപാട് ശിഖരങ്ങളാണ് നമുക്ക് തക്കാളിക്ക് വരുന്നത്. ഇത് നമ്മളെ നാടൻ തക്കാളിയാണ് കേട്ടോ. നോക്കി, തക്കാളി കേട്ടോ, നല്ല റൗണ്ടൻ തക്കാളിയാണ്, സാധാ തക്കാളിയല്ല നമ്മളുടെ. നല്ലോണം കൊമ്പുകൾ കിളിർത്ത് വരും. അടിയിൽ നിന്നുള്ള കൊമ്പുകൾ ഇങ്ങനെ വെട്ടി കണ്ടോ, ഞാനിത് ഇവിടെയൊക്കെ വെട്ടിക്കൊടുത്തേക്കണതാണ്. അപ്പോൾ വെട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നോക്കുക, കണ്ട, നിങ്ങൾക്ക് തന്നെ കാണാത് ഒരുപാട് കൊമ്പുകൾ വരും നമുക്ക്. തക്കാളിയുടെ കൊമ്പുകൾ അടിയിൽ നിന്നുള്ള ഇലകൾ വെട്ടിക്കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോകളിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കത് ആ സത്യമാണെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്തപ്പോൾ അത് സത്യം തന്നെയാണ്. നമുക്ക് അതുപോലെ തന്നെ ഒരുപാട് കൊമ്പുകൾ തക്കാളിമേൽ വന്നു, തക്കാളി തൈമേൽക്ക്. അപ്പോൾ അതുമേലൊക്കെ നിറവ് തക്കാളി ഉണ്ടായി തുടങ്ങി. നമുക്ക് നല്ല തക്കാളിയാണ്, നല്ല ഉണ്ട തക്കാളിയാണ്, നമ്മുടെ ആപ്പിൾ പോലത്തെ തക്കാളിയാണ്. അപ്പോൾ നമുക്കിന്ന് രാവിലെ തന്നെ വിത്ത് കുഴിച്ചിടലാണ്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് പയർ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഒരു പ്രത്യേക തരം പയറാണത്. അതെന്ത് പയറാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല പയറാണ്. ആ പയറുകളൊക്കെ വിത്ത് കൊണ്ടുവന്ന് മുളപ്പിച്ചപ്പോൾ നല്ലോണം ഒരുപാട് അടിപൊളിയായിട്ട് മുളച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.